Hi friends, welcome back to HTutor. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 10 ബ്ലോക്ക് 2 യൂണിറ്റ് 2 സെക്കൻഡ് പാർട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പാർട്ടിൽ. നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ ഇൻ്റലക്ച്വൽ ബയോഗ്രഫി ഓഫ് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഈ ചാപ്റ്ററിനെ കുറിച്ചുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. Henry Louis Vivian Derosio was born in 1809 in Calcutta of Eurasian parentage. At the age of 6, he studied at Dharamtola Academy. It was run by David Drummond. At 14, he finished school and joined Messrs. Jescott and Company. At 16, he left Aunt's indigo plantation in Bhagalpur. There he stayed for 3 years and wrote poetry, also a romantic epic, The Fakir of Jangira. He sent his poem to the Indian Gazette. John Grant was the editor. He encouraged him. At 18, he came back to Calcutta and got appointed as assistant editor of the India Gazette. Grant helped him to publish his poems too in a single volume. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പാരൻറ്റേജിന് ഒരു PAR കൂടുതലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഇന്ത്യ ഗസറ്റ് എന്നുള്ളിടത്ത് GAZETTE മതി, ഒരു G എക്സ്ട്രാ ആണ് ആഡായി വന്നിരിക്കുന്നത് കേട്ടോ. ഡെറോസിയോ ജനിച്ചത് 1809 ഏപ്രിൽ മാസത്തിൽ കൽക്കട്ടയിലെ ഒരു യൂറേഷ്യൻ പാരൻസിനാണ്. 6 വയസ്സിൽ ധർമ്മത്തോള എന്ന സ്ഥലത്താണ് അദ്ദേഹം പഠിച്ചത്. ഡേവിഡ് ഡ്രമണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോയിരുന്നത്. 14 വയസ്സിൽ ഡെറോസിയോ സ്കൂൾ പഠനമൊക്കെ നിർത്തി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കമ്പനിയിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 16 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആൻറ്റിയുടെ കൂടെ ബഗൽപൂരിൽ ഇൻഡിഗോ പ്ലാന്റേഷൻ നടത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ 3 വർഷമാണ് ഡെറോസിയോ തങ്ങുന്നത്. ഈ കാലയളവിൽ അദ്ദേഹം കുറേ കവിതകളൊക്കെ എഴുതുന്നുണ്ട്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കവിത എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ റൊമാൻറ്റിക് എപ്പിക്കാണ് ദ ഫക്കീർ ഓഫ് ജംഗീര. 18 വയസ്സിൽ കൽക്കട്ടയിലോട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് ഇന്ത്യ ഗസറ്റിൽ അദ്ദേഹം കയറുന്നുണ്ട്. അവിടെ ജോൺ ഗ്രാൻറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടെയാണ് പിന്നീട് പല കവിതകളും ഇന്ത്യ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. ഹിസ് റൈറ്റിംഗ്സ് may be the reason behind that he was selected to teach English language and English literature at Hindu College. He worked there for 3 years, but soon he got dismissed from the college. Later, he returned to journalism, but he suffered from cholera and died in December 1831. ചിലപ്പോൾ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്കില്ലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. ആകെ 3 വർഷം മാത്രമാണ് ഹിന്ദു കോളേജ് ഓഫ് കാൽക്കറ്റയിൽ അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഡിസ്മിസ്സാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി എന്താ പറയുക, സ്റ്റുഡൻസൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ഒരു ടീച്ചറായിരുന്നു
ഡെറോസിയോ. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഡിസ്മിസ് അവിടെ നിന്നും കിട്ടുന്നുണ്ട്. അതിനുള്ള കാരണം നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ നിന്നും ഡിസ്മിസ് ആയതിനു ശേഷം അദ്ദേഹം തിരിച്ച് ജേർണലിസമാണ് തുടരുന്നത്. അദ്ദേഹം കോളറ വന്നിട്ട് അതിനുശേഷം കോളറ വന്ന് ഡിസംബർ 1831 മരിച്ചു. ഡേവിഡ് ഡ്രമണ്ട്, the principal of his school, noted Derosio as a person for radical ideas and the liberal arts. Derosio, after appointed to Hindu College in 1828, included many English studies like Shakespeare's plays, Milton's Paradise Lost, Dryden's version of the Aeneid, Pope's version of Homer's epics, Gay's fables, and Goldsmith's history of Greece, Rome, and England. ഡെറോസിയോ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു ഡേവിഡ് ഡ്രമണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം ഡെറോസിയോ എന്ന് പറയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡെറോസിയോ ആകെ 3 വർഷം മാത്രമാണ് ഹിന്ദു കോളേജ് ഓഫ് കാൽക്കറ്റയിൽ പഠിപ്പിച്ചത്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ ധാരാളം ഇംഗ്ലീഷ് സ്റ്റഡീസ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയുന്നതാണ് ഷേക്സ്പിയേഴ്സിൻ്റെ, അതുപോലെ മിൽട്ടൺ, ഡ്രൈഡൻ, പോപ്സ് വേർഷൻ ഓഫ് ഹോമേഴ്സ്, അങ്ങനെ ഗെയ്സ് ഫാബിൾസ് ആൻഡ് ഗോൾഡ്സ്മിത്സ് ഹിസ്റ്ററി ഓഫ് ഗ്രീസ്, റോം ആൻഡ് ഇംഗ്ലണ്ട്. ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ കുറേയധികം പഠിപ്പിക്കാനായിട്ട് സാധിച്ചിരുന്നു. By positioning the histories of England, Rome, Greece together and combining their study with the study of literature from England, the syllabus gave England an elevated status in the chronicle of Western civilization. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു പഠന രീതിയിൽ ഒത്തിരി മുതൽക്കൂട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡെറോസിയോ. കാരണം അദ്ദേഹം സിലബസിൽ തന്നെ ധാരാളം മാറ്റം വരുത്തി ധാരാളം ലിറ്ററേച്ചേഴ്സ് കൊണ്ടുവന്നു. ഓക്കെ, ഡെറോസിയോ റൈറ്റ്സ് ഇൻ ഹിസ് ബയോഗ്രഫി, the peoples loved him most tenderly and were ever ready to be guided by his counsels and imitate him in all their daily actions of life. Which means the students really loved Derosio, that his teachings were influencing not only books alone, but even the pupil consulted him for counsel, advice in their private concerns. He also taught them to be away from evil and superstitions of the society. ഡെറോസിയോ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പ്യൂപ്പിൾസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് ഇദ്ദേഹത്തിനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അത് അവരുടെ ജീവിതത്തിൽ തന്നെ പല ഗൈഡൻസിനായിട്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വെറും ഒരു ടീച്ചർ മാത്രമൊന്നല്ലായിരുന്നു, നല്ലൊരു ടീച്ചറല്ലേ, വെറും ഒരു ടീച്ചർ മാത്രമല്ല, മീൻസ് ബുക്കുകൾ മാത്രം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ഇദ്ദേഹം. അവർക്കൊരു ഫ്രണ്ടും കൂടി ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അവരെ അഭിപ്രായങ്ങൾ ചോദിക്കാനായിട്ട് ഡെറോസിയോയുടെ അടുത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതിന് പുറമെ അദ്ദേഹം ഇന്ത്യയിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്ന കുറേ സൂപ്പർസ്റ്റിഷ്യൻസും ഈവിൾ ഡീഡ്സൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനൊക്കെ കുറിച്ച് ഇങ്ങനെ ഇവരെ അവെയർ ആക്കാനായിട്ട് ഇദ്ദേഹം കുറേ ശ്രമിച്ചിരുന്നു. ഡെറോസിയോ ഓൾസോ began a debating club, the Academic Association, which was attracted by the company that officials had attended its meetings now and then. The meeting agenda was intellectual interest. The young Bengal group was strong enough to raise their voice against the traditional customs and attitudes which destroyed the peace in the society.
During his short time of life, he inspired many people, produced several important works of poetry, and became major literary legends of India. He also inspired future generation through his writings and actions. ഡെറോസിയോ എന്ന് പറയുന്ന ഈ ഒരു ടീച്ചർ, അദ്ദേഹം ചെറിയ കാര്യങ്ങളൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. കുറേ അധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ സ്റ്റുഡൻസിനൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരു യങ് ബംഗാളി ഗ്രൂപ്പ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്ന കുറേ ട്രഡീഷൻസും സൂപ്പർസ്റ്റിഷ്യൻസും അങ്ങനെ ഈവിൾ ഡീഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എതിരെ, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ ഡിസ്ട്രോയ് ചെയ്ത് നമ്മളുടെ സമൂഹത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കാം എന്നൊക്കെയായിരുന്നു അതിൽ മെയിനായിട്ടുള്ള ചർച്ച. അപ്പോൾ ഈ ചർച്ചയ്ക്കായിട്ട് അവിടെയുള്ള ഒഫീഷ്യൽസൊക്കെ ഈ മീറ്റിങ്ങിന് മീൻസ് കമ്പനിയിലെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിലെ ഒഫീഷ്യൽസൊക്കെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പലപ്പോഴും വന്നിരുന്നു. ഓക്കെ, ഇത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുറേ കാലത്തെ ജീവിതമൊന്നും അദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നില്ല. ചുരുങ്ങിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിനിടയിൽ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡെറോസിയോ. ലിറ്റററി വർക്ക്സ് ആവട്ടെ, പോയിട്രീസ്, അങ്ങനെ അതുമാത്രമല്ല ഒത്തിരി യുവജനങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് നമ്മുടെ ഡെറോസിയോ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പേഴ്സണൽ ലൈഫ് ഇദ്ദേഹത്തിൻ്റെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ചും കൂടിയൊക്കെ ഉണ്ട് നമുക്കിത് പഠിക്കാനായിട്ട്. ഇത്രയും ഒക്കെ മനസ്സിലാക്കിയാൽ തന്നെ ഇനി പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം ഇത് തന്നെയായിരിക്കും ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് പലപ്പോഴും വരുന്നത്. ഓക്കെ, സോ വിൽ കവർ സൂൺ. നമുക്ക് വേഗം തന്നെ ഈ ചാപ്റ്റർ ബ്ലോക്ക് 2 കവർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. സോ വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.